മഴയെല്ലാം കുറഞ്ഞു തുടങ്ങി. എല്ലാവരും കോൺഗ്രസ് സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM-കാരുടെ അത്ര പോരാ എന്നത്. എന്തായാലും അതിന് പകരമായിട്ട് കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ നഷ്ടമുണ്ടായ കച്ചവടക്കാർക്കും കടകൾക്കും എല്ലാവർക്കും 10,000 രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഗവൺമെന്റ് എന്തായാലും ചെയ്തിട്ടില്ല, കുറച്ച് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കൃഷി സ്ഥലം നാശമായവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ സാധാരണ ഹെക്ടറിന് 13,500 രൂപയായിരുന്നു നഷ്ടം പരിഹാരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് 25% കൂട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കട ഉടമകൾക്ക് 10,000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് ശരിക്കും മലയാള മനോരമയിലെ ആദ്യത്തെ ന്യൂസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്താ വെച്ചാൽ, കോക്രോച്ച് പാർട്ടിക്ക് ക്ഷമ ചോദിച്ചിട്ട് എന്തായാലും നരേന്ദ്രമോദി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് മെറ്റയിലൂടെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ സാങ്കേതിക തകരാറ് മൂലമാണെന്നാണ് മെറ്റയുടെ CEO ആയ മാർക്ക് സക്കർബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെന്തായാലും ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും മാപ്പ് പറഞ്ഞിട്ട് തടി തപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ന്യൂസ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കൽ മെറ്റ പറഞ്ഞു മാപ്പ്. മെറ്റ മേധാവി സക്കർബർഗിന്റെ ഖേദപ്രകടനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ച കമ്പനി പ്രതിനിധികൾ. ഇതാണ് ഇന്നത്തെ ന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെല്ലാം ദാരിദ്ര്യം പിടിച്ചവരാന്ന് പറഞ്ഞിട്ട് CP ജോൺ എന്തായാലും ഒരു വിവാദ പ്രസംഗം നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്തായാലും നാക്കുളുക്കി പോയതാണ്. പക്ഷെ അത് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മാപ്പ് ചോദിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം എന്തായാലും മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് പേപ്പറിൽ മൊത്തം മാപ്പ് ചോദിക്കൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള കഴിഞ്ഞല്ലോ. അപ്പൊ ഇടയിൽ ഇപ്പൊ നെയ്യിന്റെ കൊള്ളയാണല്ലോ. അപ്പൊ അതെന്തായാലും ഹൈക്കോടതി തുടരന്വേഷണം വേണം, അതീവ ജാഗ്രതയോടെ വേണം അന്വേഷണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ നെയ്യ് വാങ്ങി മറിച്ച് വിറ്റ് കഴിഞ്ഞ് അതൊരു പാചകവും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നെയ്യ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? വേണച്ച ആരെ മറിച്ച് വിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയായിരിക്കും. എന്നിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എന്തായാലും സാധനം തിരിച്ചു കിട്ടില്ലല്ലോ. പിന്നെ അടുത്തൊരു ന്യൂസ് ജന്മഭൂമിയിലുള്ളതാണ്. ശരിക്കും കേരളത്തിൽ പ്രളയം വരാൻ കാരണം മാണിയാർ ഡാം തുറന്നതുകൊണ്ടാണ് പ്രളയം വരാൻ കാരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലല്ല, പത്തനംതിട്ടയിൽ അങ്ങനെ പ്രളയം വരാൻ, റാന്നിയിൽ വെള്ളം പോകാൻ കാരണം ഈ ഡാം തുറക്കാൻ കാരണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം മഴ കമ്മിയാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പേപ്പറിലും ഇനി അടുത്ത 3 ദിവസത്തേക്ക് കനത്ത മഴ ഉണ്ടാവുന്ന പറഞ്ഞിരിക്കണം. മഴ എന്തായാലും കമ്മിയായിട്ടുണ്ട്. പക്ഷെ വേറൊരു ബിസിനസ് ന്യൂസ് ആണ് ജന്മഭൂമിയിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കണം. RBI എന്തായാലും പലിശ കുറയ്ക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇനി ലോൺ എടുത്തവർക്കും ലോൺ എടുക്കാൻ പോകുന്നവർക്കും ഇതെല്ലാം നല്ല ഗുണം ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് ഭവന, വാഹന, വിദ്യാഭ്യാസ, വ്യക്തിഗത വായ്പകൾ എടുത്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ആശ്വാസമാകും എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിന്റെ പെരുപ്പം എന്തായാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ GDP എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല. വിലക്കയറ്റം എന്തായാലും കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എന്തായാലും പലിശ കമ്മിയാക്കാൻ പോവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ 7.5% മിനിമം പലിശ എല്ലാ ബാങ്കും ഈടാക്കുന്നത്. പിന്നെ 8ഉം 9ഉം 12ഉം പലിശ ഈടാക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ആ പലിശ കമ്മിയാക്കണമെങ്കിൽ നമുക്ക് ലോണിന്റെ എമൗണ്ടും കുറച്ച് കമ്മിയായി കിട്ടുമല്ലോ. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല ഒരു കാര്യം തന്നെയായിട്ടാണ് കാണുന്നത്. CJP പ്രക്ഷോഭം കഴിഞ്ഞിട്ട് പാർലമെന്റിൽ ഇത്രയും ദിവസമായിട്ട് മന്ത്രിസഭ കൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. 13 ദിവസം പിന്നിട്ടിനും പാർലമെന്റ് സ്തംഭിച്ച് തന്നെ. അവിടെ ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രളയം കാരണം അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഒരു ബില്ലും പാസ്സാക്കണമില്ല, ഒന്നും നടക്കണില്ല, എല്ലാം സ്തംഭിച്ച് നിൽക്കുകയാണ്. ആദ്യം ഒന്ന് കൂടും, പിന്നെ 1 മണിക്കൂർ കഴിയും തല്ലുകൂടും, എല്ലാവരും കൂടി ഇറങ്ങിപ്പോവും. ഇത് അത്ര കഴിഞ്ഞ 13 ദിവസമായിട്ട് നടക്കുന്ന അവസ്ഥ എന്നാണ് ഇതിലിപ്പോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ദീപികപത്രത്തിലെ ഫ്രണ്ട് പേജിലും ഇതേ ന്യൂസ് തന്നെ കൊടുത്തിരിക്കുന്നത്. പ്രകൃതിക്ഷോഭം കാരണം 67 കോടിയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർഷിക നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഉജ്ജീവന പറഞ്ഞിട്ട് ഒരു സ്മാർട്ട് ലോൺ സ്കീമും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവല്ലോ, ബിസിനസ് ആയാലും വീടായാലും കൃഷിഭൂമി ആയാലും. അപ്പൊ അവർക്കെല്ലാം ഉപജീവന സോഫ്റ്റ് ലോണിലൂടെ 12 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ലോണിൽ പലിശയും കാര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോരാത്തിന് നേരത്തെ പറഞ്ഞ പോലെ കച്ചവടക്കാർക്ക് 10,000 രൂപ ധനസഹായവും കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കടയുള്ളവർക്ക് എന്തായാലും ഈ സർക്കാർ എന്തായാലും പൈസ കൊടുക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റി പറയുന്നത് നമ്മുടെ ആധാർ കാർഡും റേഷൻ കാർഡും ആണല്ലോ. റേഷൻ കാർഡിൽ പേരില്ലെങ്കിൽ പിന്നെ നീ ഏതാ വ്യക്തി എന്ന് ചോദിച്ചാൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ ആ റേഷൻ കാർഡിൽ 86,000 പേരോളം അനധികൃതമായിട്ട് BPL കാർഡ് ആക്കി വെച്ചവരുണ്ടായിരുന്നു. അപ്പൊ റേഷൻ അരിയും ഗോതമ്പ് പൊടിയും മണ്ണെണ്ണയും പൈസക്കാരടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ 86,000 പേരെ വെളിയിലാക്കിയിട്ടുമുണ്ട്.
ഇത്രയും കാലം ഇവര് വാങ്ങിയ അരിയും ഗോതമ്പിന്റെ ഒക്കെ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലും കൂടി എന്തായാലും കേരള സർക്കാർ എത്തിയിട്ടുണ്ട്. അത് പിഴയായിട്ട് 1 കിലോ അരിക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയായിട്ട് ഈടാക്കുന്ന പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് വാങ്ങിയ അരിന്റെയും ഗോതമ്പിന്റെയും പൈസ എല്ലാം സർക്കാർക്ക് എന്തായാലും ഇനി തിരിച്ചു കൊടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ RBIന്റെ ന്യൂസ് ഉണ്ടല്ലോ, പലിശ കമ്മിയാക്കിയത്. അപ്പൊ പലിശ എത്ര കമ്മിയാക്കണം എന്നുള്ളത് എന്തായാലും ദീപിക പത്രത്തിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5.25% ഇനി പലിശ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 7.5% തുടക്കം പലിശ ഉണ്ടായിരുന്നത്, അത് 13% വരെ ഉണ്ടായിരുന്നു. ഈ 5.25% ആക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് ഏറ്റവും നല്ലൊരു ഗുണമാണ്. നിങ്ങൾ എങ്ങനെയായാലും ലോൺ എടുത്ത ഈ എമൗണ്ടിൽ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്തായാലും കൂട്ടി അടക്കേണ്ട ആവശ്യം ഇവിടെ എന്തായാലും വരികയുള്ളൂ. അത് മാത്രമല്ല വേറൊരു ബിസിനസ് ന്യൂസിൽ നടി പ്രിയ വാര്യർ കുട്ടിക്കൂറ ബ്രാൻഡ് അംബാസിഡർ ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. കുട്ടിക്കൂറ പൗഡറിന്റെ മേലെ പ്രിയ വാര്യർ എന്തായാലും തോളിൽ കഴിയിട്ട ഫോട്ടോ ഒക്കെ എന്തായാലും പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെന്തായാലും ബ്രാൻഡ് അംബാസിഡറായി. കൊച്ചിയിലെ കുട്ടിക്കൂറയിലെ രജത ജൂബിലി ആഘോഷത്തിനോട് അനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം എന്നാണ് ഇതിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ കമ്മിയായിട്ടുണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ATM-ഉം അതുപോലെ ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പോരാത്തതിന് ബിറ്റ്കോയിൻ അടക്കം ഇപ്പൊ ട്രാൻസാക്ഷനിലൂടെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ UPI യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും പണി കിട്ടാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഇനി ഗൂഗിൾ പേയിലൂടെ ഫോൺ പേയിലൂടെ നിങ്ങൾ ക്യാഷ് അയക്കുകയാണെങ്കിൽ അതിന് പലിശ എന്തായാലും ഈടാക്കും എന്നാണ് പറയുന്നത്. അത് 1 രൂപയാണെങ്കിലും ശരി, അതിന് പലിശ എന്തായാലും ഈടാക്കുന്ന പറയുന്നത്. സാധാരണക്കാർക്ക് എന്തായാലും ഇത് അത്ര ബാധകമല്ല. വലിയ എമൗണ്ട് ട്രാൻസാക്ട് ചെയ്യണവർക്കാണ് ഇത് ബാധകം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും 2000 രൂപ മുകളിൽ നിങ്ങൾ എന്തായാലും ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിലെ ഒരു എമൗണ്ട് ഗൂഗിൾ UPI പിടിക്കുമെന്നാണ് പറയുന്നത്. വില കമ്മിയായതും കൊണ്ട് കർഷകരൊക്കെ റബ്ബർ ഒക്കെ വിൽക്കാൻ തുടങ്ങി. പോരാത്തതിന് റബ്ബറിന്റെ പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ടും കുറെ പേര് ഇപ്പൊ പാട്ടത്തിനും ലീസിനും റബ്ബറൊക്കെ വിറ്റൊഴിയാൻ തുടങ്ങി. പോരാത്തതിന് റബ്ബറിന്റെ വില കമ്മിയാണല്ലോ. ഇപ്പൊ ആണെങ്കിൽ റബ്ബറിന് വിലയും കൂടി 300 രൂപയിൽ നിൽക്കുകയാണ്. അപ്പോൾ റബ്ബർ ഉൽപാദനം കുറയും ചെയ്തും റബ്ബർ വില ഉയർന്നു എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനം കുറഞ്ഞതോടെ റബ്ബർ ഷീറ്റിന്റെ ആഭ്യന്തര വിലയിൽ വീണ്ടും ഉണർവ്. ഇന്നലെ SSS 4-ന് 287 രൂപയ്ക്ക് വ്യാപാരം നടന്നു. റബ്ബർ പാർ വില 298 രൂപയ്ക്ക് വരെ കഴിഞ്ഞ ദിവസം കച്ചവടം നടന്നിരുന്നു. ഇന്നലെ മാർക്കറ്റിൽ ആവശ്യത്തിന് ഷീറ്റ് പോലും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട വാർത്ത കേരള കൗമുദിയിൽ കൊടുത്തിരിക്കുന്നത് ഉപഗ്രഹ വിക്ഷേപണത്തിന് കേന്ദ്ര അനുമതി ഇല്ല എന്ന് പറയുന്നത്. ISROയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്രം വിക്ഷേപിക്കാനുള്ള അനുമതി കൊടുക്കാണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്താ കാരണം എന്നുള്ളത് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുമില്ല. അതുമാത്രമല്ല നാളികേര കൃഷിക്ക് ധനസഹായം 8 ഇരട്ടിയാക്കി എന്നുള്ള ഒരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. നാളികേര കർഷകർക്കുള്ള പുതുകൃഷി ധനസഹായം 8 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ 1-ന് 40 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് 350 രൂപ വരെ ഇനി ലഭിക്കും. ഹെക്ടറിന് ധനസഹായമായിട്ട് 56,000 രൂപ വരെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 28,000 വെച്ചിട്ട് വർഷത്തിൽ 2 തവണയായിട്ടാണ് കൊടുക്കുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കൃഷിക്കാണ് പൈസ കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുന്നു. അടുത്തൊരു സിനിമ ന്യൂസാണ്. മമ്മൂക്ക അഭിനയിച്ച ആദ്യത്തെ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? മിക്കവർക്കും ഒരേ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. സത്യമാഷ് നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ മമ്മൂക്ക അഭിനയിച്ച സീന് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊരു കടത്തുകാരനായിട്ടുള്ളത്. അപ്പൊ ആ സിനിമ റിലീസായിട്ട് ഇന്നേക്ക് 55 വർഷമായി എന്നാണ് പറയുന്നത്. 1971 ആഗസ്റ്റ് 6-നാണ് ഈ സിനിമ റിലീസ് ആവുന്നത്. അപ്പൊ അന്ന് മമ്മൂക്ക ആയിട്ടില്ല, ജസ്റ്റ് മുഹമ്മദ് കുട്ടി എന്നൊരു വ്യക്തി മാത്രമായിരുന്നു. അത് മാത്രമല്ല വേറൊരു ന്യൂസ്, നമ്മുടെ ലാലേട്ടന്റെ മകളായ വിസ്മയ മോഹൻലാൽ സിനിമയ്ക്ക് വരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ട്രെയിലറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സിനിമ പ്രീവ്യൂ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വിസ്മയ മോഹൻലാൽ എന്തായാലും ജൂഡ് ആന്റണി ജോസഫിന് ഒരു ആഡംബര വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വിസിന്റെ ലക്ഷറി വാച്ച് ബൗം ആൻഡ് മേഴ്ഷ്യസിന്റെ വാച്ചാണ് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. 1.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ഈ വാച്ചിന്റെ വില എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പം മൃണാൾ ഠാക്കൂർ നായികയുടെ കുറെ സെമി ന്യൂഡ് ചിത്രങ്ങളൊക്കെ ഗൂഗിളിലൂടെ പരക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാനല്ല, വേറെ ആരും മോർഫിംഗ് ചെയ്തിട്ട് AI-യിലൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു താക്കീതില്ലാണ്ട് ഞാൻ എന്തായാലും നടപടി കൊടുക്കും, കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ ഒരു ന്യൂസും കൂടി ഇന്നുണ്ട്. അത് മാത്രമല്ല മംഗളത്തിൽ വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രളയം വരാൻ കാരണം പുഴയിലൊക്കെ ഇപ്പൊ മണ്ണ് കൂടിയിട്ടുണ്ട്. കാരണം കോറി നടത്തണവരെ പുഴയിൽ മണ്ണെടുക്കാൻ സമ്മതിക്കുന്നില്ല. അത് അവരുടെ ബിസിനസ് ഡീലാണ്. മണ്ണെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം പൊന്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പുഴയുടെ ആഴം കൂട്ടും മാലിന്യങ്ങളും എന്തായാലും എടുത്തു മാറ്റാനുള്ള പദ്ധതി എന്തായാലും ചെയ്യുമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കണം. മംഗളത്തിൽ അങ്ങനെ കൊടുത്തിരിക്കണം. നദികളിലെയും അണക്കെട്ടുകളിലെയും മണൽ മാലിന്യം നീക്കം ചെയ്യാൻ തീരുമാനം എന്ന ഒരു തലക്കെട്ടോടെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ശബരിമലയുടെ നെയ്യ് മോഷണത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ പക്ഷെ മംഗളത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നെയ്യ് ക്രമക്കേട് SITയെ ചുമതലപ്പെടുത്തി ഹൈക്കോടതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റേലൊന്നും SIT ആണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മംഗളത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവിടെയും കനത്ത മഴയായിരിക്കും പേപ്പറിൽ ന്യൂസിൽ മാത്രമേ പറയുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മഴ ഇപ്പോൾ കമ്മിയായിട്ടുണ്ട്. മംഗളത്തിൽ ആ ന്യൂസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രളയ ഭീതി ഒഴിയുന്നു, പത്തനംതിട്ടയ്ക്ക് ആശ്വാസം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം റാന്നിയിൽ നല്ല രീതിയിൽ വെള്ളം പൊന്തിയിട്ട് അവിടുത്തെ ബിസിനസ്സുകാരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടാണ്. അപ്പോൾ ഒരു ബിസിനസ് ഫ്ലോപ്പായ എങ്ങനെയാണ് അത് മനസ്സിലുണ്ടാവുന്ന ആഘാതം വളരെ വലുതാണ്. ബാക്കിയെല്ലാം നമുക്ക് ടേക്ക് കെയർ ചെയ്യാം. പക്ഷെ ബിസിനസ് ഫ്ലോപ്പ് ആകുമ്പോൾ ആ പൈസ പോകുമ്പോൾ ഉണ്ടാവേണ്ട വിഷമം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. കാരണം വെള്ളം നിറഞ്ഞ പ്രൊഡക്റ്റ് ആർക്കാ വേണ്ടത്? ഏത് സാധനത്തിനും വെള്ളം നനഞ്ഞ് വെള്ളം കയറിയ ഒരു പ്രൊഡക്റ്റിന് ഒരു ഡിമാൻഡ് ഇല്ല. അത് അങ്ങനെയാണ് മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവുക. ഇനിയിപ്പോൾ വെള്ളം കയറിയ സ്ഥലത്ത് വെള്ളം കയറിയ വീടൊക്കെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ബിസിനസ്സും ഇങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം പ്രധാന വാർത്തകളൊക്കെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ പത്രവാർത്താസുമായി ഞാൻ നാളെ വീണ്ടും വരാം. അതുവരെ ബൈ.